അമൃതാനന്ദമയി മഠത്തിനെതിരായിട്ട് ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളും അസൂയയിൽ നിന്ന് ഉടലെടുത്തത് ഒന്ന് മാത്രമാണ്. മറ്റുള്ളവരെ തേജോവധം ചെയ്ത് കാണിച്ച് പേരും പെരുമയും ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഈ നടപടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സാധാരണക്കാർ പോലും ചിന്തിക്കുന്നെങ്കിൽ അതിൽ നമുക്കവരെ തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ അമൃതാനന്ദമയി മഠത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കണ്ട് തിരിച്ചറിയാമെന്നാണ്. നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷമില്ല, ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷവുമില്ല. മാതാ അമൃതാനന്ദമയി മഠത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതായ ഫലങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ പോയിട്ട് ആ ഒരു വർഷം ഫലം കായ്ക്കുമ്പോൾ, കൊമ്പുകൾ ഫലം കായ്ക്കുമ്പോൾ, അതായത് മാതാ അമൃതാനന്ദമയി മഠവുമായി ചേർന്ന് നിൽക്കുന്ന മക്കൾ നല്ല ഫലം കായ്ക്കുന്നുവെങ്കിൽ ആ മക്കളെ അല്ല പ്രശംസിക്കേണ്ടത്. ഒരു വൃക്ഷം കൊമ്പുകൾ ഫലം കായ്ക്കുമ്പോൾ കൊമ്പുകളെ പ്രശംസിക്കാതെ ആ കൊമ്പിന് വേരിന്മേൽ വസിച്ചിട്ട് മാത്രമേ ഫലം കായ്പാൻ കഴിയൂ എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന ആ വലിയ ശക്തിയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് മഠത്തിൻ്റെ ഭാഗമായിരിക്കുന്ന മക്കൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ ജനത്തോടൊപ്പം നിന്നുകൊണ്ട് അവരെ നന്മയ്ക്കും സമൂഹ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നതും. അതിൽ അസൂയ പൂണ്ട ആളുകളാണ് ആ മഠത്തിൻ്റെ വളർച്ചയിൽ. അത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഏകപക്ഷീയമായി ചില ഭാഗത്തു നിന്നുള്ളതാണ്. ഒരു പക്ഷെങ്കിൽ ഇന്ന് അപവാദം പറയുന്നവർ 10-15 കൊല്ലം കഴിയുമ്പോൾ അവർ മാറി പറഞ്ഞെന്ന് വരും. ഞങ്ങളെ പണം തന്ന് സ്വാധീനിച്ചോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ സ്വാധീനിച്ചോ ഇന്നാര് ചെയ്യിച്ചതാണ്, വീണ്ടും അവർ മാപ്പ് പറഞ്ഞു മാറും. പക്ഷേ ആരെന്ത് പറഞ്ഞാലും മാതാ അമൃതാനന്ദമയി മഠത്തിലോ അതിൻ്റെ പ്രവർത്തനങ്ങൾക്കോ യാതൊരു കോട്ടവും സംഭവിക്കത്തില്ല എന്ന് മാത്രമല്ല, എളിയവരായ ദൈവത്തിൽ മാത്രം പ്രത്യാശയർപ്പിച്ച് കഴിയുന്ന ഞങ്ങളെപ്പോലെയുള്ളൊരു ന്യൂനപക്ഷം ബിഷപ്പുമാരും അതുപോലെയുള്ള ജനങ്ങളും എങ്കിലും ഈ സംരംഭങ്ങൾക്ക് എന്നും ഒരു പ്രോത്സാഹനമായിട്ട് നിലകൊള്ളും. മഠത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പരമകാരുണ്യവാനായ ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനായിട്ടാണ് ബിഷപ്പ് എന്ന നിലയിൽ ഞാൻ ഈ മഠത്തിലേക്ക് വന്നത്. പിന്നെ ഇത് തുറന്നു പറയാനായിട്ട് എല്ലാവർക്കും പ്രയാസമാണ്. പക്ഷേ എനിക്ക് തുറന്നു പറയുന്നതിന് പ്രയാസമില്ല. കാരണം ഞാൻ സത്യത്തെ കണ്ടവനാണ്. സത്യം എന്നെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. എനിക്ക് ഒരു ഭാഗത്തു നിന്നും ഒരു നേട്ടവും ആവശ്യമില്ലാത്തത് കൊണ്ടും എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയും. ആ തുറന്നു പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും മാതാ അമൃതാനന്ദമയി മഠത്തിനും അതിൻ്റെ സ്ഥാപനങ്ങൾക്കും അവരുടെ പ്രവർത്തികൾക്കും നല്ല ഒരു സ്ഥാനം തന്നെ എപ്പോഴും ഉണ്ടാകും. തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും എപ്പോഴെങ്കിലും ബിഷപ്പിനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും എളിയവനായ നാം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു ഐക്യദാർഢ്യം കൂടെ പ്രഖ്യാപിക്കാനായിട്ട് ഈ അവസരം എളിയവനായി നാം വിനിയോഗിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, മഠത്തിൻ്റെ പ്രവർത്തികളെ അനുഗ്രഹിക്കട്ടെ, മാതാ അമൃതാനന്ദമയിയെ ബലപ്പെടുത്തട്ടെ. അനേക വർഷങ്ങളിൽ ജീവിച്ചിരുന്ന് സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ മാതാ അമൃതാനന്ദമയിക്ക് ദീർഘായുസ് പരമകാരുണ്യവാനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.